അവധി തുടങ്ങിയിട്ട് വീട്ടിലിരുന്ന പിള്ളേരെല്ലാം മടുത്തെന്ന് തോന്നുന്നേ. അപ്പം വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്നപ്പോഴത്തേക്കാണ് കണ്ടത് താഴെ കണ്ടത്തിലെ പിള്ളേർ മീൻ പിടിക്കുന്നത്. എന്നിട്ട് താഴെ വന്ന് നോക്കിയപ്പോഴത്തേക്കാണ് രസകരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ കണ്ടത്. വെള്ളം എടുക്കാൻ വേണ്ടി കുത്തിയിട്ടേക്കുന്ന ചെറിയ കുളങ്ങളാണ്. അപ്പം അതിൻ്റെ അകത്ത് ഇറങ്ങി ആ ചെളിയെല്ലാം കോരി കഴിയുമ്പം ചെളിക്കകത്ത് മീനുണ്ടെന്നാണ് പിള്ളേർ പറയണത്. അപ്പോൾ ബക്കറ്റിൻ്റെ അകത്ത് പിടിച്ചിട്ടേക്കുന്നൊക്കെ കാണിച്ചു. എന്നതാ മീനൊന്നും അറിയത്തില്ലേ, കുറച്ചേറെ ഉണ്ട്. പിടിച്ചാൽ കൈ കൊണ്ട് അതിന് കൊമ്പുണ്ട്, കുത്തും, പിടിക്കരുതെന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് മീൻ പിടിക്കുന്നത് കാണിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും അമ്മമാർ കാണിച്ച്. അതിൻ്റെ ഇതാണ് കുളവേ, അതിനകത്ത് നിറച്ച് ചെളിയാണ്. ഇതുണ്ടോ, ചെളി ഇങ്ങനെ കോരും ബക്കറ്റിൻ്റെ അകത്ത്. സൈഡിൽ കൂടെ ഒക്കെ തുളയുണ്ട്, അതിൻ്റെ അകത്തൂടെ എല്ലാം മീൻ കയറി ഇരിപ്പുണ്ടെന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ഈ ചെളി ഇങ്ങനെ കോരി ഇവിടെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് മീനുണ്ടെങ്കിൽ കാണാമെന്നാണ് പറയുന്നത്. ഇത് കണ്ടോ, മീനെ കണ്ടോ? ഇത് എന്നാ മീനാണെന്നൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ ഇതുങ്ങൾ ഇത് എന്നത്തിനാണ് പിടിക്കുന്നതെന്നും അറിയത്തില്ല കേട്ടോ. ഇതിന് വീട്ടിൽ കൊണ്ടിട്ട് വളർത്താനാണോ എന്നും അറിയത്തില്ല. എല്ലാവരുടെയും വീട്ടിൽ മീനുകളുണ്ട്, വളർത്തുന്ന മീനുകളൊക്കെ ഉണ്ട്. കണ്ടോ, കുത്താതിരിക്കാൻ വേണ്ടി തലയിലും വാലയിലും ഒക്കെ കൂട്ടിയൊക്കെയാണ് പിടിക്കുന്നത്. കുത്ത് കിട്ടിയിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഉണ്ടോ, പിടിച്ചിരുന്നുണ്ടോ, വാല പിടിച്ചിരുന്നുണ്ടോ? ആ ബക്കറ്റിൻ്റെ അത് കുറേ ഉണ്ട്. ചെളികളാണ് ഞാൻ നേരത്തെ ഞാൻ ആ ചെളികളെല്ലാം ഊറ്റി കളഞ്ഞിട്ട് നല്ല വെള്ളം വെച്ച് നന്നായിട്ട് വീഡിയോ കാണാൻ വേണ്ടി നന്നായിട്ട് കാണിക്കാമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവർ നല്ല വെള്ളം ഒഴിച്ച് കാണിച്ചതാണ്. ഇത് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എടുത്ത വീഡിയോ ആണേ, അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. കണ്ടോ, എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് അതുങ്ങൾ നിലത്തിട്ടിട്ട് ഒരു 2-3 പേരുണ്ടേ. അപ്പോൾ അവർ വീതിച്ചെടുക്കുക മീനുകളെ. അവരുടെ വീട്ടിൽ കുളമുണ്ട്, അപ്പോൾ കുളത്തിൻ്റെ അകത്ത് കൊണ്ട് ഇടാനാണെന്നാണ് പറഞ്ഞത്. 3-4 പേരുണ്ട്. എന്തായാലും നല്ല രസമുണ്ട് കാണാൻ. പിള്ളേർ എപ്പോഴും വീട്ടിൽ ഫോണും കണ്ട് ടി വിയും കണ്ടിരിക്കുന്നതിലൊക്കെ ഒരു ഉന്മേഷമൊക്കെ കിട്ടുമല്ലോ ഇങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്കും. പിള്ളേർക്കും ഒരു രസം.